അപ്പം നമ്മൾ തൃശ്ശൂരെത്തി. 5:41 നമ്മൾ ഇറങ്ങിയത്. തൃശ്ശൂർ മാർക്കറ്റ് സജീവമാണ്. ഒറ്റക്കരി ഗ്ലൗസ് ഇടാൻ മറന്നു പോയിന സാധനം. ആ ലൈറ്റിൻ്റെ അടിയിൽ നിന്ന് ഗ്ലൗസ് ഇടാം. മൈക്ക് സെറ്റ് ചെയ്തിട്ടേ ശ്രദ്ധിച്ചില്ല, പണി കിട്ടിയേനെ. ഒറ്റ ഗ്ലൗസായിട്ട് പോകേണ്ടി വന്നേനെ. വിയ്യൂര് ഷൊർണൂർ ആ റൂട്ടാണ് നമ്മുടെ യാത്ര. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പ് നല്ല പോലെ ഉണ്ടോയെന്നറിയില്ല, എന്നാലും ഉണ്ട്. ആദ്യം ഗ്ലൗസൊന്നും ഇല്ലെങ്കിൽ ആദ്യം ഗ്ലൗസൊന്നും ഇടാറില്ല. ഗ്ലൗസൊക്കെ ഇപ്പോൾ വാങ്ങിയല്ല. ഭയങ്കര തണുത്ത് മരവിക്കുകയാണ്. ഇപ്പം മഴക്കോട്ടിട്ടുണ്ട്. മഴക്കോട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള തണുപ്പിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. ഓ മൈ ഗോഡ്, കുണ്ടും കുഴികളും. ബസ്സുകളുണ്ട് അവിടെ. കാലത്ത് 4:30 പൈസ ഇട്ട് എല്ലാ ബസ്സുകളും, ഭൂരിഭാഗം ബസ്സുകളും അങ്ങനെ അവിടെ നിന്ന്. കാരണം അവിടെ ഒരു ക്യൂ. എനിക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം. തൃശ്ശൂർ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മിക്കതും അടുത്ത സ്റ്റോപ്പ് പട്ടാമ്പി ആയിരിക്കും. ഇപ്പോൾ സമയം കാണുന്നില്ല, നോക്കട്ടെ. 6 മണി, 6:03 കറക്റ്റ്. നമ്മുടെ യാത്രയുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മളിന്ന് പോകുന്നത് മൈസൂർക്കാണ്. മൈസൂർ സൂ, മൈസൂർ പാലസ്, ഇതൊക്കെ കാണുകയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. വേറെ ദിവസം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പം നമുക്ക് ഏകദേശം വരുന്നത് നമ്മൾ പോണ റൂട്ട് ഇങ്ങനെ പട്ടാമ്പി, ഗൂഡല്ലൂർ, ഗുണ്ടൽപേട്ട്, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ആ റൂട്ടാണ് നമ്മൾ പിടിക്കുന്നത്.
നോർമലി കോയമ്പത്തൂർ അങ്ങനെ ആ റൂട്ടാണ് കാണിക്കാറ്. അതെത്ര 400 സംതിങ് കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ 270 സംതിങ് കിലോമീറ്ററുള്ളൂ. അപ്പോൾ അത്രയും വ്യത്യാസം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പടയ്ക്കാന്ന് വെച്ചു. ഏകദേശം 6-6.5 മണിക്കൂറാണ് യാത്ര. നമ്മൾ ഏകദേശം 60, 65, 55, 60, 65 നിട്ടിക്കാണ് പ്ലാന്. അങ്ങനെ നമ്മളിപ്പോൾ വിയൂരെത്തി. അപ്പോൾ ശരി, അടുത്ത സ്റ്റോപ്പിൽ കാണാം. കുറച്ച് ഇന്ധനം അടിച്ചിട്ട് പോവാം. വണ്ടി റിസർവിലാണ്. ഇത്ര 200. അപ്പോൾ നമ്മൾ 200 രൂപയ്ക്ക് ഇന്ധനം അടിച്ചു. റിസർവ് ചെയ്ത് മറിയുണ്ടാവും. റിസർവായിരുന്നു ചെടിയങ്കഹം. ഈ സമയത്ത് പരമാവധി നല്ല സ്പീഡ് പോകാൻ നോക്കുക. കാരണം നമ്മുടെ വണ്ടി വാട്ടർ കൂൾഡല്ല, എയർ കൂൾഡാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ കുറവാണ്. ആ ടെമ്പറേച്ചർ നമ്മൾ മുതലെടുക്കണം. ആ ലോവർ ടെമ്പറേച്ചർ നമ്മൾ മുതലെടുത്ത് പടയ്ക്കണം. വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിടിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി 55, 60 പിടിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇയർ പ്ലഗ് എടുക്കായിരുന്നു. ഇയർ പ്ലഗ് കുറച്ച് എടുത്ത് വെക്കായിരുന്നു. കോൺസ്റ്റൻ്റ് ചവിട്ടിൽ കാറ്റിൻ്റെ ഇതാണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് നമ്മളെപ്പോഴും തൃശ്ശൂർ ജില്ല കഴിഞ്ഞിട്ടില്ല. ഓ മൈ ഗോഡ്, ഇങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. നമ്മളെവിടെ എത്തി കിടന്നത് ഒരു പിടുത്തമില്ല. വടക്കാഞ്ചേരിൻ്റെ സ്ഥലം. നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ വടക്കാഞ്ചേരിയാണ്. ആ ആദ്യത്തെ വളച്ച് കണ്ട ഒരു സൂപ്പർ പള്ളീൻ്റെ കേട്ടാ. സൂപ്പർ പള്ളിയാണ് വടക്കാഞ്ചേരി ROB. റെയിൽവേ ട്രാക്കാണ്. നേരെ വെളുത്ത് വന്ന് സെറ്റായത് ഉദിച്ചു. സമയത്തായി 6:25. 6:25 ഞാനിപ്പോൾ കുറച്ച് നേരമായി വണ്ടിയുടെ ബാക്കിൽ. അവസരം കിട്ടിയിരിക്കുകയാണ്. അവിടെ റെയിൽവേ ട്രാക്കാട്ടാ, കാണില്ല. ഓ, ആ വണ്ടിയുടെ ബാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ വണ്ടി അത്യാവശ്യം സ്പീഡിൽ കൊണ്ടിട്ടാ. വണ്ടി 60 കിലോമീറ്റർ എന്തായാലും സ്പീഡിൽ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. പട്ടാമ്പി നേരെ അങ്ങനെയാണ് പട്ടാമ്പിക്ക് കാണിക്കുന്നത്.
പ്രധാനപ്പെട്ട റോഡെന്ന് അറിയില്ല. ഒരുപാട് വളവും തിരിവുള്ള ഒരു റോഡ്. വണ്ടികൾ പോകുന്നുണ്ട്. പട്ടാമ്പിയില്ല, പെരിന്തൽമണ്ണയാണ് നമ്മുടെ അടുത്തത്. റോഡ് നല്ല റോഡാണ്, പക്ഷേ കയറ്റങ്ങളിൽ ഇറക്കങ്ങൾ, ഒരുപാട് വളവുകൾ, വളരെ ഡേഞ്ചർ. പതിവിലും കൂടുതൽ ബ്രേക്കിംഗ്. ഡേഞ്ചറസ് റോഡ്, ഒരുപാട് വണ്ടികൾ. ഇനി മൊത്തം നമുക്കറിയാത്ത വഴികളാണ്, പോവാത്ത വഴികളാണ്. ഇതുവരെ പോവാത്ത വഴികൾ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ പരിസ്ഥിതി സംബന്ധിച്ചോളം പോവാത്ത വഴികളിലൂടെ പോകുന്നത്. വഴി തെറ്റിപ്പോവാനും പല വഴിക്ക് പോകാനും വളരെ വളരെ ചാൻസ് ഉണ്ട്. നമ്മൾ ചളവറ എന്നൊരു സ്ഥലത്താണ്, ഒരു 2 വളവ് അപ്പുറം ചളവറ ബ്രാഞ്ച്, ചളവറ പഞ്ചായത്ത് കാര്യാലയം. നമ്മൾ പാലക്കാടിലേക്ക് കടന്നു തോന്നുന്നുണ്ട് കേട്ടോ. പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു സംശയമുണ്ട് എനിക്ക്. റോഡ് മൂഞ്ചിച്ചു. അതിട്ടത് നല്ല വീടാണോ? കാട്ടുമുക്കിൽ കൊണ്ട് വീട് വയ്ക്കില്ല, വീടായിരിക്കാം. അങ്ങനെ വൃത്തികെട്ട റോഡ് കഴിഞ്ഞത് മെയിൻ റോഡിലേക്ക് എത്തിയത് ഏതാ സ്ഥലം ഇപ്പം പറഞ്ഞുതരാം. ചെറുപ്പുളശ്ശേരി. ഇപ്പോൾ നമ്മൾ ചെറുപ്പുളശ്ശേരി എത്തിയിരിക്കുകയാണ്. നല്ല സൂപ്പർ റോഡ്. ശ്രീ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം, ചെറുപ്പുളശ്ശേരി. പാലക്കാട് പെരിന്തൽമണ്ണ അത് ലെഫ്റ്റ്, പാലക്കാട് റൈറ്റ്. നല്ല സൂപ്പർ റോഡാണ്, ഒരു പരാതിയുമില്ല. നമ്മളത് 50-55 പിടിച്ചാണ് പോകുന്നത്. പക്ഷേ കയറ്റവർക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുച്ചിത്തോട്ടം റോഡ്. പെരിന്തൽമണ്ണയ്ക്ക് ഇനി 12 കിലോമീറ്റർ കൂടി. സ്ഥലമാണ്. അത്ഭുത ബിരിയാണി. ഇതെവിടെ അത്ഭുത ബിരിയാണി? KP അത്ഭുത ബിരിയാണി. വേറെയുള്ളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ആ ഒരു സമയമായി.